നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുന്ദരിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കാത്തിരുന്ന ഒരു വീഡിയോ ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇതിന് ശേഷം ഇടുന്നതായിരിക്കും. ആദ്യമേ തന്നെ എന്താണ് സംഭവം എന്ന് പറയുന്നതല്ല അതിന്റെ ഒരു ശരി, അല്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് പിന്നെ എന്താണെന്നൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കാൻ വഴിയുണ്ട്. അപ്പൊ എല്ലാ സംശയങ്ങളും തീർത്തതിന് ശേഷം ആ വീഡിയോ കാണുമ്പോൾ എല്ലാം മനസ്സിലാവും, അല്ലെ? സംശയം തീർക്കുന്നത് നല്ലതാണ്, എപ്പോഴും നല്ലതാണ്. ഒരു വലിയ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മള് ദുബായില് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ കമ്പനി എന്ത് കമ്പനിയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ വരും വീഡിയോസിൽ ഞങ്ങൾ പതുക്കെ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ കമ്പനി എന്തുകൊണ്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. കാരണം സത്യം പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ കൊല്ലം വരെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നോ ഇവിടെ അങ്ങനെ ഒന്നും ആലോചനയിൽ ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള ഒരു വിചാരത്തിലായിരുന്നു. പക്ഷേ അറിയാലോ, കൊറോണയൊക്കെ വന്നപ്പോ ഒരുപാട് പേരുടെ ജോലി പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിൽ ഒരുപാട് പേരുടെ ജോലി പോയി. അപ്പൊ നമ്മുടെ ജോലി എന്നൊക്കെ പറയുന്നത് എന്ന് വേണമെങ്കിൽ നഷ്ടപ്പെടാമെന്നൊരു അവസ്ഥയാണ്. അപ്പൊ ജോലി പോയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ നാട്ടിൽ പോകണം, നമുക്ക് വിസ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിസ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴാണ് ഈ ഒരു കമ്പനി ആയാൽ നമുക്ക് വിസ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, വിസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ പറ്റും എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെയാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു തോട്ടിലോട്ട് വരുന്നത്. ബാക്കി കാര്യം നമ്മൾ ചേട്ടൻ പറയും. അപ്പൊ കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു തോട്ടിലോട്ട് വന്നപ്പോ ഇത് നമുക്കിത് ചെയ്ത് ശീലമുള്ള കാര്യങ്ങളല്ലല്ലോ. നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം വരെ ഞാൻ ജോലിക്ക് പോവാ, വീണ യൂട്യൂബ് നടത്താന്നല്ലാതെ അതിനപ്പുറം ദുബായിലെ നിയമങ്ങൾ എന്തൊക്കെയാണ്, നൂലാമാലകൾ എന്തൊക്കെയാണ്, ഒരു സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന രണ്ടുപേര് എങ്ങനെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, അതിനെന്തൊക്കെ പാർട്ട്ണർഷിപ്പ് വേണോ, സ്വന്തം ഇതിൽ തുടങ്ങണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയായിരുന്നില്ല. അപ്പൊ അതിനുള്ള കുറച്ച് ഗഹനമായി ഇതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളെ തേടുന്ന അവസരത്തിലാണ് റിയാസ് കിൽട്ടൺ എന്ന് പറഞ്ഞ റിയാസിനെ പരിചയപ്പെടുന്നത്. രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് റിയാസിന്റെ കമ്പനി 1-2 തവണ സമീപിച്ചു. ഇങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. വിത്തിൻ പ്രോബബ്ലി 2 or 3 days റിയാസ് തന്നെ വിളിച്ചു. അപ്പൊ അവരുടെ സ്റ്റാഫ് എൻക്വയറി വീണാസ്കർ വേൾഡിൽ നിന്ന് അന്ന് മനസ്സിലായപ്പോ റിയാസിനോട് പറഞ്ഞത് സാർ തന്നെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അങ്ങനെ അന്ന് തുടങ്ങിയതാണ് റിയാസ് ആയിട്ടുള്ള ഒരു ബന്ധം. എന്റെ പിന്നടി ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മള് പെട്ടെന്ന് ഒരു ട്രസ്റ്റ് ഫാക്ടർ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരില്ല. നമുക്ക് കുറച്ച് സമയം എടുക്കും ട്രസ്റ്റ് ഫാക്ടർ ബിൽഡ് ചെയ്യാൻ. ആ ബിൽഡ് ചെയ്ത് ആ സമയം എടുക്കുന്ന അത്രയും കാലയളവിനുള്ളിൽ ഞങ്ങളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് റിയാസ് ആയിട്ട് ഇത്രയും നാളെ ഉണ്ടായിട്ടുള്ളത്. കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഗൈഡൻസിന്റെ കാര്യത്തിലാണെങ്കിലും, എങ്ങനെ അതിന് ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിലാണെങ്കിലും, അതിനുള്ള ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു, മറ്റ് എന്ത് ഇതിനാണെങ്കിലും അറിയേണ്ട ആവശ്യമില്ല. പിന്നെ അതെ, ഇത് നാട്ടിലെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ ഒരുപാട് നൂലാമലകളുണ്ടോ. ഇപ്പൊ ദുബായിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്ത എന്താ ഫോമാറ്റ് എന്ന് തീരുമാനിച്ച് അതിന്റെ പൈസയും കൊടുത്ത പിന്നെ സൈൻ ചെയ്യാൻ മാത്രം പോയാൽ മതി. വേറെ ഗവൺമെന്റ് ഇതിൽ പോകുമ്പോൾ പോലും നമുക്ക് കിട്ടുന്ന സ്വീകരണവും സ്വീകാര്യതയും അവരുടെ സപ്പോർട്ടും അമേസിംഗ് ആണ് ഈ നാട്ടിൽ. അത് മാത്രമല്ല, റിയാസിനെ ഞങ്ങൾക്ക് കമ്പനി തുടങ്ങി തന്നാൽ മാത്രം മതി, അല്ലെ? സാധാരണ നിലയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് വരുമ്പോ നമ്മൾ ചോദിച്ചത് ചെയ്തു തരിക, അതിന് പൈസ വാങ്ങിക്കുക, തീരുന്ന ബന്ധങ്ങളേ ഉള്ളൂ സാധാരണ നിലയ്ക്ക്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നല്ലേ ഞങ്ങള് റിയാസ് ഒരു സോഷ്യൽ കോസിന്റെ ഭാഗമാകാൻ ശ്രമിച്ചു. ഹോപ്പ് എന്നുള്ള കുട്ടികളുടെ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുള്ള സന്നദ്ധ സംഘടനയായി വർക്ക് ചെയ്യുന്ന ഹോപ്പ് എന്നുള്ള ഒരു 2 സംഘടനയായിട്ട് ബന്ധപ്പെടുത്തി അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ നിർബന്ധിച്ചു. ഞങ്ങൾ സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. അങ്ങനെ ഉള്ള സംഘടനകൾ ഭാഗമാകാൻ ഒരുപാട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ട് ഇത് ഒരാൾ വെച്ച് നീട്ടുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് അൺഇമാജിനബിൾ. അതുപോലത്തെ ഒരു ഇതായിരുന്നു. പിന്നീട് ഈ അടുത്ത് റിയാസിന്റെ പുതിയ ഓഫീസ്, റിയാസിന്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ബിസിനസ് സെറ്റപ്പ് ചെയ്തു കൊടുക്കുന്നതും സെറ്റപ്പ് ചെയ്തതിന് ശേഷം അതിനുള്ള ഗൈഡൻസ് കൊടുക്കുന്നതുമായ ഒരു കമ്പനിയാണ്. അവരുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വിജയ് സേതുപതിയെ കൊണ്ടുവരുന്നതിനോടൊപ്പം ഒരു മുഖ്യ അതിഥിയായി വീണയെ കൂടെ ക്ഷണിച്ച് അത് ആ ഫംഗ്ഷൻ ഭംഗിയായി നടത്തി എന്നുള്ളതാണ്. അത് ഈ കൊറോണയ്ക്കുള്ള ഒരു സന്ദർഭത്തില് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എങ്ങനെ പുൾ ഓഫ് ചെയ്യും എന്നുള്ള പേടി ഉണ്ടാവാൻ മാത്രമല്ല, വീടിക്ക് ഉണ്ടാവാൻ മാത്രമല്ല, എന്നെ ഇരിക്കെ പൊറുതി തരാതെ ഞാൻ റിയാസിനെ വിളിച്ച് ഇങ്ങനെ കുത്തി ചോദിച്ചാൽ എങ്ങനെയാണ് ഓരോ ഇതുകളും റിയാസിനെ സ്റ്റാഫിനെയും
അല്ല, അത് ഓരോ ഘട്ടം അവര് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് ഇങ്ങനെ വെച്ചാൽ നടത്തിക്കൊണ്ട് പോവാം. ദെൻ അതിനുശേഷം അവിടെ ചെന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണുമ്പോ, ഐ മീൻ വിജയ് സേതുപതിയെ പോലെ ഒരു സ്റ്റാർ വരുമ്പോ നമുക്കറിയാം ഇവിടെ ദുബായിൽ എത്രമാത്രം ആരാധകരും എത്രമാത്രം പ്രവാസികളും ഇതുപോലുള്ള എന്താ പറയാ മക്കൾ ശെൽവൻ നമ്മുടെ ഹൃദയത്തോട് എത്ര അടുത്ത് നിൽക്കുന്ന ഒരു കലാകാരൻ വരുമ്പോ അവരെ കാണാൻ തടിച്ചുകൂടുന്ന ജനാരവത്തിന് അറിയാം. അപ്പൊ ഈ കൊറോണയൊക്കെ ആകുമ്പോ അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു ഇതായിരുന്നു. ആൻഡ് കൺമുന്നിൽ കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് ഹൗ റിയാസ് ആൻഡ് ടീം പുൾഡ് ഓഫ് ദാറ്റ് വെരി കമന്റബിൾ വേ. ഇറ്റ്സ് അമേസിംഗ്. സോ അത്രയൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു ഭാഗമായതിനു ശേഷം ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ, ഒരു താങ്ക് യു നോട്ട് റിയാസിനോട് പറഞ്ഞില്ലെങ്കിൽ, കിൽറ്റൺ എന്നുള്ള ആ ഗ്രൂപ്പിനോട് നമ്മുടെ ആദരവും സ്നേഹവും അറിയിച്ചില്ലെങ്കിൽ അതൊരു ഫാമിലി മെമ്പറോട് ചെയ്യുന്ന ഒരു അനീതി പോലെയാണ്. താങ്ക് യു ഫോർ ബ്രിങ്ങിങ് അസ് ഇൻ ടു ദ ഫോൾഡ് ഓഫ് ദ ഫാമിലി. ഹ്യൂജ് താങ്ക്സ്. എന്നും വീണെന്നും ഇനി ബാക്കി വീണോ. തീർച്ചയായിട്ടും. അല്ല, അപ്പൊ ഈ പറഞ്ഞ പോലെ റിയാസ് ഇങ്ങനെ പറഞ്ഞിട്ട് ജാൻ എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ അതിന് ഞാൻ വരുന്നില്ല. കാരണം ഇത് ദുബായിലെ എന്റെ ആദ്യത്തെ പബ്ലിക് ഫംഗ്ഷൻ ആണ്. ഞാൻ സാധാരണ ഇങ്ങനത്തെ ഫംഗ്ഷൻസ് ഒന്നും പോവാറില്ല. താല്പര്യമില്ലാത്ത രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ റിയാസ് വിളിച്ചപ്പോ എങ്ങനെ നോ പറയും. പിന്നെ ഈ പറഞ്ഞ പോലെ കൊറോണ ഇഷ്യൂ ഉള്ള സമയം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരുപാട് ജനങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഭയങ്കര ടെൻഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ റിയാസിനെ വിളിക്കുന്നു. അപ്പൊ റിയാസിന്റേതായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ സംശയം ഉണ്ടായിരുന്നു, സത്യം പറഞ്ഞ. പക്ഷെ പേടിച്ചിന് അവിടെ പോകുന്നത്. പക്ഷെ അവിടെ പോയപ്പോ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോവുക, കാരണം ഇത്രയും ക്രൗഡല്ലേ, അപ്പൊ നമ്മൾ ഒറ്റപ്പെട്ടു പോവുക, എന്നോട് സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേടിയായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ശരിക്കും എന്നെ സർപ്രൈസ് ചെയ്ത് കളഞ്ഞു. റിയാസും പ്രത്യേകിച്ച് റിയാസിന്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പൂരന് വരെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോ ഈ അന്നത്തെ ഫംഗ്ഷനിൽ ഒരുപാട് വിശിഷ്ട അതിഥികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു, പ്രത്യേകിച്ചും ജാനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ അതിൽ എടുത്തു പറയേണ്ട ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജയ് സേതുപതിനെ പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം എളിമയുടെ ഒരു കൂടാരാണ്. പലരും കണ്ടുപഠിക്കേണ്ടത്. എന്താ തമാശ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ജാൻ ചേട്ടൻ ഈ ഡ്രസ്സാണല്ലോ പുള്ളിക്കാരന്റെ ഒരു യൂണിഫോം എന്ന് പറയുന്നത്, ബ്ലാക്ക് ടീഷർട്ടും ഈ ജീൻസും ആണ്. എവിടെ പോകുമ്പോഴും ഞാൻ പറയും കുതിരയെ പോലെ എന്ന് പറയും. അപ്പൊ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു, ജാനെ ഈ വേഷത്തിൽ പോകണ്ട, കാരണം സിനിമാ നടനൊക്കെ വരുന്നതല്ലേ, കുറച്ചൊരു വെൽ ഡ്രസ്ഡ് ആയിട്ട് പോവാന്നൊക്കെ പറഞ്ഞപ്പോ ജാൻ എന്നിട്ട് എന്താ പറയാ ഒരു മനസ്സോടു കൂടി റിയാസിന് ഫോൺ ചെയ്ത് ചോദിച്ചു, റിയാസെ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ, ഇനിയിപ്പോ കോട്ട് സൂട്ട് ഇടണോന്നപ്പോ റിയാസിന് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഇട്ടോ അപ്പൊ ഇവിടെ ഞങ്ങൾ വലിയ പട്ടുകാർ എടുക്കുന്നു, ഞാനിവിടെ ഭയങ്കര കോട്ടൊക്കെ സൂട്ടൊക്കെ ഇട്ട് ചെന്ന് ഭയങ്കര സംഭവം. അവിടെ എല്ലാവരും വെൽ ഡ്രസ്ഡ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ നടൻ വരുമ്പോഴ് അദ്ദേഹം സാധാരണ ഒരു നല്ലൊരു വൈറ്റ് മുണ്ടും ഒരു ഷർട്ട് ഇട്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ട് വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോ, ദൈവമേ ഈ മനുഷ്യൻ എങ്ങനെയായിരുന്നു, നമ്മളൊക്കെ ആകെ ചമ്മിപ്പോയി എന്നുള്ളതാ. അപ്പൊ അതിൽ നിന്ന് മാത്രമല്ല ഓരോരുത്തരോടുള്ള അദ്ദേഹത്തിന്റെ ബിഹേവിയർ, ഓരോരുത്തർക്ക് അദ്ദേഹം സെൽഫി അദ്ദേഹം തന്നെ എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത്ര ക്ഷമയുള്ളൊരു മനുഷ്യനെ ഞാനിപ്പോ അടുത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും എളിമയുടെയും എല്ലാത്തിന്റെയും ഒരു നിറകൂടാണ് ആ മനുഷ്യൻ. വെറുതെ അല്ല അദ്ദേഹം മക്കൾ സെൽവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ കാണാനും പരിചയപ്പെടാനും ഒരുമിച്ച് ഫോട്ടോ എടുക്കാനും കുറച്ചു നേരം സംസാരിക്കാനും പറ്റിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. മക്കളുടെ നിധി അല്ലെ. ഓക്കെ. അപ്പോ അത് വളരെ അതിന് എന്താ പറയുക അവസരം ഒരുക്കി തന്നത് റിയാസാണ്. റിയാസിന്റെ അടുത്തും ഈ പറഞ്ഞ പോലെ സേതുപതി സാറിന്റെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മദൻ ഗൗരി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറാണ്. അദ്ദേഹം തമിഴ്നാട്ടിലെ ഇപ്പൊ ഒരു 4.5 മില്യനോ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു വലിയൊരു യൂട്യൂബറാണ്. അദ്ദേഹം ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹം കേട്ടിട്ടുണ്ടെങ്കിൽ റിയാസ് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. വെരി ഫ്രാങ്ക്, അത് നമ്മൾ അറിയില്ലായിരുന്നു. അപ്പൊ റിയാസ് പറഞ്ഞപ്പോ ഞാൻ പിന്നെ പുള്ളിയുടെ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കി. അപ്പോഴാണ് ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള കാര്യം അറിയുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു വലിയൊരു ഫാൻ ഫോളോയിങ് മാത്രമല്ല, വളരെ നോളജബിൾ, വളരെ കൊച്ചു ഒബ്സർവേഷൻസ് എടുത്ത് ഞാനും ഈ അടുത്താണ് കാണാൻ തുടങ്ങിയത്. കൊച്ചു ഒബ്സർവേഷൻസ്. ഇപ്പൊ ദുബായില് വന്നിട്ട് അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ദുബായിലെ ഫുട് ബ്രിഡ്ജ്, ഇങ്ങനെ ഒരു റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് കയറി അപ്പുറത്തോട്ട് പോകാനുള്ള ഫുട് ബ്രിഡ്ജിനെ കുറിച്ചാണ് വീഡിയോ. ആ ഫുട് ബ്രിഡ്ജില് AC ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട്, ഇതൊക്കെ. അപ്പൊ അദ്ദേഹം പബ്ലിക്കിന് വേണ്ടി ഈ ഗവൺമെന്റ്, അതായത് സൂപ്പർ റിച്ച് ആയിട്ടുള്ള പബ്ലിക്കിനല്ല,
താഴേക്കിടയിലുള്ള ജോലിക്കാര് അവരാണ് അത് മാക്സിമം യൂസ് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടി ഗവൺമെന്റ് ഇത്രയും കെയർ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ ഞാൻ 2006 മുതലുണ്ട് ദുബായില്. ബട്ട് ഫുട് ബ്രിഡ്ജിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് സങ്കല്പിക്കാൻ ഞാൻ കയറി നടന്നുണ്ട് ഫുട് ബ്രിഡ്ജിൽ. ബട്ട് അത് ആ കാഴ്ചയിലൂടെ ആ കണ്ണിലൂടെ നോക്കി കാണുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ വെൽ വർത്ത്. ശരിക്കും ഡൗൺ ടു എർത്ത് ആണ് പുള്ളി പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ട് വന്ന ഒരു ജീൻസും ഒരു ചുവന്ന ഷർട്ടും ഒരു ചെരുപ്പും അതാണ് വീണപ്പോ അതുപോലെ ഒരു ചുവന്ന ഷർട്ടും ഒരു പാവടി കെട്ടി ഇരിക്കുന്നില്ല. അല്ല ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവർക്കും ഇവരിൽ നിന്നൊക്കെ ഇത് കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്താൻ കഴിയും. ഇപ്പൊ അവരൊക്കെ പറഞ്ഞ നോക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വരാം ആ സ്റ്റേജിൽ വരണമെങ്കിൽ. പക്ഷെ അവർ അത്രയും സിമ്പിൾ ആയിട്ട് വന്നു എന്നുള്ളതാണ് അവരുടെ ഒരു മഹിമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് വലുതാവും തോറും വിനയമുള്ളവരായി മാറണം എന്നുള്ളതിന്റെ ഏറ്റവും 2 ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഞാൻ ഈയിടത്ത് പരിചയപ്പെട്ട ഈ 2 പേര്. അപ്പോൾ അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ മറ്റു പലരെയും ഞങ്ങൾ അവിടെ പരിചയപ്പെട്ടു. അപ്പോ ഞങ്ങൾ 2 ദിവസം പറ്റിച്ചു. ഇത് ഈ വീഡിയോയിൽ പറയണം. ഈ ബാധിക്ക് 2 ദിവസം വീട്ടിൽ വരാന്ന് തിരക്കുണ്ട്. 2 ദിവസം വീട്ടിൽ വരാന്ന് പറഞ്ഞ വീണ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് 2 ദിവസം എന്താ പറയാ ഇറച്ചി മീനും കഴിച്ച് ഞാനത് ക്ഷീണിച്ചു. അതിന് ഞാൻ ഇപ്പൊ വെയിറ്റാണ്. വിവാദിക്ക ഇനി വരുമ്പോ വരണ്ട. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഞാനും ഈ പറഞ്ഞ പോലെ യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ അത്രയും ഒരു സിമ്പിൾ മനുഷ്യൻ. പിന്നെ നമ്മുടെ നാട്ടുകാരാണ്. അതെ അതെ, വളരെ വീഡിയോയിലൂടെ പാവൊരു മനുഷ്യൻ. അതുപോലെ തന്നെ 2-3 പേര് നമ്മൾ പുതിയതായിട്ട് പിന്നെ ടോണി സാറിനെ പരിചയപ്പെട്ടു, ജിഷ്ണുവിനെ പരിചയപ്പെട്ടു. പിന്നെ അവിടെയുള്ള സ്റ്റാഫ് ആണെങ്കിലും വളരെ നമ്മളടുത്ത് വളരെ കാര്യമായിട്ട് സംസാരിച്ച് ഇടപഴകി. പിന്നെ കുറെ പേര് പുതിയതായിട്ട് പരിചയപ്പെടാൻ പറ്റി. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഒരു അവസരം ഒരുക്കി തന്നതിന് റിയാസിന് വീണ്ടും നന്ദി. അപ്പൊ എല്ലാവരും സംരംഭത്തിന് റിയാസിന്റെ ഓഫീസിന്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും എല്ലാം നമ്മള് നിങ്ങൾക്ക് കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയാസിനെ സമീപിക്കാം. ഈവൻ ഞങ്ങൾ എന്ത് കമ്പനിയാണ് തുടങ്ങിയെന്ന് അറിയില്ലെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞു. അല്ല നമ്മളതൊക്കെ പതുക്കെ കാരണം ഇതൊരു സ്റ്റാർട്ടിംഗ് പൊസിഷൻ ആയിട്ടുള്ളൂ. നമ്മൾ അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഞങ്ങൾക്ക് തന്നെ മുഴുവനും ശരിയായിട്ടില്ല. പക്ഷെ നൂലാമാലകൾ എന്താണ്, അതിന്റെ നിയമവശങ്ങൾ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ് എന്നുള്ളതിന്റെ ഒക്കെ കൃത്യമായ ഡീറ്റെയിൽസ്. അപ്പൊ നമ്മള് എന്തായാലും ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും പതുക്കെ. ദിവസമാഴ്ചയിലും എല്ലാം നന്നായിട്ട് വരുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇത്ര നേരം ഞങ്ങളെ കണ്ടുവരും കത്തി കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പൊ വീണ സൈനിങ് ഓഫ്. ബൈ ബൈ. ഒരു വെള്ളിയാഴ്ച എന്താണ് ഇത്ര ഒരുങ്ങാൻ വിനെ? ഞാൻ വല്ലപ്പോഴല്ലേ ഇങ്ങനെ ഒരുങ്ങാറുള്ളൂ. അവന്റെ ഒന്നും പറയില്ല. പിന്നെ നാട്ടുകാരുടെ ഞാൻ ഉള്ളത് മുഴുവൻ കേൾക്കണം. ഒരു ആത്മവിശ്വാസക്കുറവുള്ള ആരെയോ പോലെ ഒരു ഫീൽ. ആത്മവിശ്വാസക്കുറവില്ല. അതാണ് ഇത്ര ഗ്ലാമർ വരെ. ഞാൻ വിചാരിച്ചു എന്താ ഇത്ര ഭംഗി, പുരിയം ഫ്രണ്ട് ചെയ്യാത്താരാണ് ഭംഗിയടി. കാട്ടുകുതിരയോ എന്റെ അച്ഛന്റെ പുരികത്തിന്റെ എല്ലാ ഇമ്പാക്റ്റും ഉണ്ട് സ്വഭാവത്തിൽ. ഈ ഒരു ലോകപ്രകാശനമാണ് റിയാസ് കുൽത്തൻ ആൻഡ് കിൽട്ടൺ ഗ്രൂപ്പ് is coming to തമിഴ് മൊഴി കിൽട്ടനോട് തമിഴ് മൊഴി. So let's welcome and put your hands together. തമിഴിൽ കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. Congratulations. Dan and Husnu, the better half of our CMD. Dan is also okay. So I request our chief guest to hand over the first trial license to Veena. Yes, can you hold? He's a very good, very big social media influencer and blogger. Especially culinary specialist. Among the food lovers and cooking people. So witnessing the first trial license, wishing to get more Kitan family to Bismillahirrahmanirrahim. And Kiltan's new office is open for the public by hotel servant. Membership since 1999. Sharing the sweetness of the moments.
MashaAllah, MashaAllah, the sweetness. Okay, sir, a few words to our crowd. And I saw his history wall in his office. His family heritage business. So my best wishes. And the people around Riaz is very sweet. He's so it's a very bad joke, seriously. Seriously, very bad joke. The people around, the people he chosen for his life is very sweet and they are very good. And very good positive way we have and best wishes. And then I started first on the first day I met him. So he got very good face to believe, I think so. And my best wishes. Thank you so much. Thanks for coming. Okay, now a few words by Mr. Madan Gauri. அனைவருக்கும் நமஸ்காரம் அண்ட் அனைவருக்கும் வணக்கம். எனக்கு வந்து கில்டன் ரோ ஒரு 1 வீக் முன்னாடி தான் தெரியும். லிட்டரலாக வந்து இன்வைட் பண்ணுறதுக்கு ஹி ஃப்ளூ டவுன் ஆல் த வே டு மதுரை. நான் வீட்டில் உட்காந்துட்டு இருக்கேன், முதல் நாள் பேசுகிறாங்க, அடுத்த நாள் நேரில் வந்து வாங்க அப்படின்னாங்க. ஸோ அதான் எனக்கு ஃபர்ஸ்ட் இன்ட்ரோவே. ஸோ எனக்கு வந்து அவங்களோட பிராண்ட் வந்து இன்னும் ஒரு இந்தியனாக இங்கே இவ்வளோ எஸ்டாப்ளிஷ் ஆகுறது வந்து இங்கே துபாய் பீப்புளோட குட்வில் அண்ட் இந்தியன்ஸுக்கு ரொம்ப ஐம் ரியலி ஹாப்பி. Number 1 YouTuber in South India. Thank you. Thank you. Mr. Riaz Kiltan, I request you to tell a few years successful story. எனக்கு ஒரு கொமர்ஷியலா அந்த மாதிரி இல்லை, எனக்கு ஒரு ஃப்ரெண்ட் மாதிரி தான் இது வந்தது. என்னதில்ல பிரதர் தான் இது എപ്പോഴും അഡ്രസ് பண்ணுது. ഞാൻ ആദ്യമായിട്ടാണ് പബ്ലിക് ഫംഗ്ഷന് വരുന്നതല്ലേ, അപ്പൊ റിയാസ് വിളിച്ചപ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ വിജയ് സാറിന് കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.